ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജാം നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും പൈനാപ്പിൾ ജാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജാം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൈനാപ്പിൾ ജാം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ചെറിയ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ ഓൾറെഡി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പൈനാപ്പിൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. ഈ ബ്ലാക്ക് പാർട്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ജാം തയ്യാറാക്കുമ്പോൾ ആ ജാമിനകത്ത് ഇതിങ്ങനെ ബ്ലാക്ക് ആയിട്ട് കിടക്കും. അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് കളയണം. ഇങ്ങനെ വേണം നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിന്. നമുക്ക് അതേപോലെ തന്നെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഹോം മെയ്ഡായിട്ട് നമുക്ക് ജാം തയ്യാറാക്കി കൊടുക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ജാം തയ്യാറാക്കാൻ. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് പൈനാപ്പിൾ ജാം. ഞാൻ ആദ്യം ഇതിൻ്റെ ഈ കറുത്ത പാർട്സൊക്കെ മാറ്റി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് നടുവേ ഇതുപോലെ കട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ പാർട്സ് നമ്മൾ എടുത്ത് മാറ്റണം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പൂഞ്ഞൽ എന്ന് പറയും. ഇത് നമ്മളെടുത്ത് മാറ്റണം. നമ്മൾ ജാമിന് നമുക്ക് ജാമിനത് വേണ്ട, അത് മാറ്റി വെക്കണം. ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ തോട് മാറ്റി അതിനകത്തെ വേസ്റ്റ് എല്ലാം മാറ്റി ഇപ്പോൾ റെഡിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും പൈനാപ്പിൾ ഉണ്ട്. നമുക്കിത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ പേസ്റ്റ് പരുവത്തിൽ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ അല്പം പോലും വെള്ളം ഇതിനകത്ത് ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് ഇങ്ങനെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഷുഗർ ചേർക്കേണ്ടതാണ്. നമ്മൾ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ഒരു കപ്പിൽ നമ്മൾ അളന്ന് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു കപ്പിൽ ഞാനിപ്പോൾ 1 കപ്പ് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 1 കപ്പ് എടുക്കുമ്പോൾ നമ്മൾ 1.25 കപ്പ് പഞ്ചസാര എടുക്കണം. ജാമിന് എപ്പോഴും പഞ്ചസാരയാണ്, മധുരമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പിന് 1.25 കപ്പ് ഷുഗർ എടുക്കണം. ഇപ്പോൾ ഞാൻ പാത്രത്തിനകത്തേക്ക് 1 കപ്പ് പൈനാപ്പിൾ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 2ാമത്തെ കപ്പ് ഒഴിക്കുന്നു. ഇപ്പോൾ 2 കപ്പ് പൈനാപ്പിൾ അരച്ചെടുത്ത് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിൽ, നോൺ സ്റ്റിക്ക് പാനിലാണ് ഏറ്റവും നല്ലത് നമ്മൾ ജാം തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് നമുക്ക് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓണാക്കാം. ഞാനിപ്പോൾ പാനിലൊഴിച്ച് ഞാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പാണ് പൈനാപ്പിൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2.5 കപ്പ് ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 2.5 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. എപ്പോഴും നമുക്ക് ഇളക്കി കൊടുക്കണ്ട. തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇതിങ്ങനെ വെച്ചിരുന്നാൽ മതി. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ പിടിക്കത്തില്ല. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണ്ട. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ തിളച്ചു തുടങ്ങി.
തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. രണ്ടര കപ്പ് ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2.5 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഷുഗർ മെൽട്ടായി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് അല്പം വെള്ളം വരും, അതും വറ്റി വരണം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ജാം ഇതാ റെഡി ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ജാം ഇവിടെ റെഡിയായി വരും. കണ്ടോ, ഇപ്പോൾ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇളക്കി കൊടുക്കാം. കടയിലൊക്കെ പോകുമ്പോൾ ആദ്യം ഞങ്ങൾ നോക്കും പൈനാപ്പിൾ ജാം ഉണ്ടോയെന്ന്. അത്ര ടേസ്റ്റാണ്, ഞങ്ങൾക്ക് അത്ര ഇഷ്ടവുമാണ് പൈനാപ്പിൾ ജാം. അത് നമുക്ക് ഇതുപോലെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് പൈനാപ്പിൾ ജാം. അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. പഞ്ചസാരയും പൈനാപ്പിളും മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയം ഇത് വെറുതെ വെച്ചിരിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കാവും. ഈ പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യുമ്പോൾ അത് ഈ പാനിലിരുന്ന് തന്നെ കുറച്ചുകൂടെ റെഡിയായി വന്നോളൂ. നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അരമണിക്കൂർ പോലും എടുത്തില്ല. അതിന് മുമ്പ് തന്നെ നോക്കിക്കേ, നമ്മുടെ ജാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കോണേ, കണ്ടോ, അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്ക് ഇത് എടുത്തു വയ്ക്കാം. നമ്മൾ ഗ്ലാസ് ബോട്ടിൽ എടുക്കുമ്പോൾ അതിനകത്ത് അല്പം പോലും ഈർപ്പം പറ്റിയിരിക്കാൻ പാടില്ല. നല്ല ഉണക്കി, അതായത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഗ്ലാസ് ബോട്ടിലായിരിക്കണം നമ്മൾ ജാം ഇട്ട് വയ്ക്കേണ്ടത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് പൂപ്പൽ പറ്റി അത് പോവും. അതുകൊണ്ട് നമുക്ക് ഇതിപ്പം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്നാൽ 2-3 മാസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈർപ്പം പറ്റാത്ത ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്ക് ഇനി കോരി വയ്ക്കാം.
ഓൾറെഡി ഞാനൊരു തക്കാളി ടൊമാറ്റോ ജാം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളെടുത്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് ഇത്രയും ജാം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണിത്. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്